ഈ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ഒരു മൊമെൻറ്റിലെത്തുന്ന സമയത്ത് ഇവരെ മനസ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണെന്ത്, സ്റ്റോക്ക് ട്രേഡിംഗ് തന്നെ ചെയ്യണോ അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യണോ, ഇതിലേതാണ് ബെറ്റർ, ഇതിലേതാണ് എനിക്ക് ഏറ്റവും നല്ലത്, ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ ഇതിലാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുക, ഇങ്ങനെ കുറേ തോട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിലൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് ആണോ, അത് ഇന്ത്യൻ സ്റ്റോക്ക് ആയിക്കോട്ടെ ഫോറിൻ സ്റ്റോക്ക് ആയിക്കോട്ടെ, സ്റ്റോക്ക് ട്രേഡിംഗ് ആണോ അല്ലെങ്കിൽ നമുക്ക് ക്രിപ്റ്റോ ട്രേഡിംഗ് ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാലിനാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ. ഞാനൊരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് എന്താണ് ക്രിപ്റ്റോൻ്റെ അഡ്വാൻറ്റേജസ്, എന്താണ് ക്രിപ്റ്റോൻ്റെ ഡിസഡ്വാൻറ്റേജ്, എന്താണ് സ്റ്റോക്കിൻ്റെ അഡ്വാൻറ്റേജ്, എന്താണ് സ്റ്റോക്കിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഈ ഒരു പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്താക്കാം, ക്രിപ്റ്റോൻ്റെ ഞാൻ എല്ലാം കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാണ് നമുക്ക് വിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താക്കാം, ക്രിപ്റ്റോൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രോസ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എല്ലാ ആൾക്കാരും ഇതിലേക്ക് വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിലെ മാർക്കറ്റ് ഹവർ എന്ന് പറയുന്നത് 24/7 ആണ്. നമുക്ക് ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും ഏത് ടൈമിന് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ഫിക്സഡ് ടൈം അങ്ങനത്തെ സംഭവമില്ല. സ്റ്റോക്കിൽ നമുക്ക് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരാനുണ്ട്, അത് നമ്മളതിൽ പറയും. ഓക്കെ, ഇതിൽ നമുക്ക് എന്തില്ല, ഫിക്സഡ് ടൈമില്ല. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്നത് നല്ല വോളറ്റൈലിറ്റിയാണ്. ഈ നല്ല വോളറ്റൈലിറ്റി എന്ന് പറയുന്നത് ഹൈ പ്രോഫിറ്റിന് എന്താണ് ചാൻസ് കൂടുതലാണ്. അത് നല്ല രീതിയിലൊരു നല്ലൊരു ട്രേഡറാണ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞത് അവർക്ക് ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള, ഹൈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ചെറിയൊരു പീരീഡിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് ഇതിൻ്റെ ഇടയിൽ ബാങ്ക് അല്ലെങ്കിൽ വേറെ ഇടനിലക്കാർ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ നമുക്ക് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി റിലേറ്റഡ് ആണ് ഈ ഒരു ക്രിപ്റ്റോ മൊത്തം ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്. ഇതിൽ വേറെ ഇടനിലക്കാരോ അല്ലെങ്കിൽ ബാങ്കുകളോ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നൂലാമാലകളൊന്നും നമുക്കിതിലുണ്ടാവില്ല. നാലാമത്തെ കാര്യം, ലോ എൻട്രി ബാരിയേഴ്സ് ആണ്. അതായത് നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മറ്റു പല സംഭവങ്ങളിലും ഉണ്ടാവും. പക്ഷേ ഇതിലത് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ എന്താണ്, കുറവാണ്. അഞ്ചാമത്തെ, നമുക്ക് ഗ്ലോബലി ആക്സസ് കിട്ടും. അതായത് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ഒരു ക്രിപ്റ്റോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഞാനതിൽ പറയാതെ വിട്ടുവരുന്നെങ്കിൽ താഴ്ത്തുണ്ടാക്കാവുന്ന കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കോൺസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ ഡിസഡ്വാൻറ്റേജ്. അതായത് വോളറ്റൈലിറ്റി ഹൈ ആണ്. അതായത് ട്രേഡിങ് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ഹൈ വോളറ്റൈലിറ്റി എന്ന് പറയുന്നത് ഹൈ ഇൻകം ക്വിക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ട്രേഡിങ് ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ഹൈ വോളറ്റൈലിറ്റി ക്വിക്കായിട്ട് ഓരോ മാർജിൻ മൊത്തം വാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. രണ്ടാമതാണ് സെക്യൂരിറ്റി റിസ്ക്. അതായത് ക്രിപ്റ്റോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിൽ ജെന്യുവൻ ആയിട്ടുള്ള കോയിൻസിൽ മാത്രം എന്താക്കുക, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിൽ ഒരുപാട് സ്കാം എടുക്കുന്നുണ്ട്. ഒരുപാട് കോയിൻസ് ഇതിൽ ഫ്രോഡായിട്ടും സ്കാമായിട്ടും കൊണ്ടുവരുന്ന ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ജെന്യുവൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്ന ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ കോയിൻസിൽ മാത്രം എന്താക്കുക, ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫ്രോഡ് ഉണ്ടാകാനുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണ്. നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജിൽ പറഞ്ഞ് ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ളത് അല്ലേ. പക്ഷേ ഡിസഡ്വാൻറ്റേജിൽ നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് കൂട്ടാൻ പറ്റും. കാരണം ഇവിടെ ഒരു റെഗുലേറ്ററി ഇല്ല, അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി അൺസർട്ടനിറ്റി ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ ആളില്ല എന്നല്ല പറഞ്ഞത്. മറ്റേത് നമുക്ക് സ്റ്റോക്ക് ട്രേഡിങ് ഇന്ത്യയിൽ ചെയ്യാൻ നമുക്ക് സെബി ഉണ്ട്. അങ്ങനെ ഇതിന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. നമുക്കൊരു 100% ഒരു കോയിൻ സേഫ് ആണെന്ന് നമുക്ക് ട്രസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ഉറപ്പ് വരുന്ന ഒരു ഗവൺമെൻറ് അതോറിറ്റി ഒന്നും അവിടെ ഇല്ല. നമ്മളതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും വേണ്ടി. നാലാമത്തത് ലാക്ക് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. അതായത് നമ്മൾ സ്റ്റോക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കമ്പനീൻ്റെ പാസ്റ്റിനെ പറ്റി ഒരുപാട് പഠിക്കാൻ പറ്റും. പക്ഷേ അധികം ക്രിപ്റ്റോയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ക്രിപ്റ്റോ എന്ന് പറഞ്ഞത് ഹൈപ്പിനും മാർക്കറ്റ് ന്യൂസിനും ട്രെൻഡിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാനാണ് അധികം ചെയ്യുന്നത്. അതായത് അതിലേക്കാണ് അധികം ആൾക്കാരും പോകുന്നത്. അപ്പോൾ ഇലോൺ മസ്ക് വന്നിട്ട് ഇങ്ങനെ പറ്റുന്ന ഒരു കോയിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് ബൂമുണ്ടാവും. അപ്പോൾ അതിൻ്റെ വൈത്തല പോകും. പെട്ടെന്ന് എനിക്ക് മുമ്പ് എന്തെങ്കിലും പറയാം, അപ്പോൾ നേരെ ഇടിക്കും. അപ്പോൾ അങ്ങനെ ഹൈപ്പിനനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കോയിൻസ് ഒന്നും. പിന്നെ അഞ്ചാമത്തെ നെഗറ്റീവ്, നോ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കൊക്കെ നമ്മൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് അതിൻ്റെ ഡിവിഡൻഡ് കിട്ടും, അല്ലെങ്കിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ടൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടിങ്ങിനുള്ള റൈറ്റ് കിട്ടും. അതായത് ആ കമ്പനീൻ്റെ എന്തെങ്കിലും
പുതിയ സംഭവങ്ങൾ പോളിസി കൊണ്ടുവരുന്ന സമയത്ത് അതിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ കുറേ ഓണർഷിപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മളൊരു ക്രിപ്റ്റോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അത് നമ്മൾ ഓൺ ചെയ്ത് അതിന് നമുക്കൊരു ഡിമാൻഡ് കൂടുമ്പോൾ, അതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇത്രയാണ് ഒരു ക്രിപ്റ്റോൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇനി നമ്മൾ സ്റ്റോക്ക് ട്രേഡിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്നത് സ്റ്റേബിൾ ആൻഡ് റിലയബിൾ ആണ്. അതായത് ഹൈ വോളറ്റൈലിറ്റി ഇവിടെ ഇല്ല. ഭയങ്കരമായിട്ടുള്ള ചേഞ്ച്, ഗ്രാഫിലുള്ള വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. ഒറ്റയടിക്ക് ചിലപ്പോൾ $1 $100 അവിടെ നേരെ $50, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഇവിടെ അധികം ഒരു 90% സ്റ്റോക്കുകൾ എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വൃത്തിക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ സ്റ്റോക്ക് ട്രേഡിംഗ് ആണ്. രണ്ടാമത്തെ റെഗുലേറ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഈ ഒരു ട്രേഡിങ്ങിൻ്റെ മുകളിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൺട്രോൾ ചെയ്യാനൊരു അതോറിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഡിവിഡൻഡ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഓൺ ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയറിങ് എന്താകുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നാലാമത്തെ ഫണ്ടമെൻ്റൽ അനാലിസിസ് അവൈലബിൾ ആണ്. അതായത് ആ ഒരു കമ്പനീൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് എന്താക്കാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. ഹൈപ്പിന് പുറമെ അല്ലെങ്കിൽ ഹൈപ്പിൻ്റെ വൈത്താലെ പോകുന്നതിന് മുമ്പേ നമുക്ക് കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് എന്താക്കാൻ പറ്റും, സ്റ്റോക്ക് കാര്യങ്ങൾ പിക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ള അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് ട്രേഡിംഗ് ഹവേഴ്സ് ലിമിറ്റഡ് ആണ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 9-9:15 തൊട്ടിട്ട് 3-15 3:30 മാക്സിമം വരെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫിക്സഡ് ടൈം പീരീഡ് ഉണ്ട്. രണ്ടാമത്തത് നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ നമുക്ക് എന്ത് വേണം, നമ്മളെ കയ്യിലുണ്ടാവണം. മൂന്നാമത്തത് സ്റ്റോക്കിൽ നിന്നും നമുക്ക് ഷോർട്ട് ടേം വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രോബബിലിറ്റി കുറവാണ്, നമുക്ക് ചാൻസസ് വളരെ കുറവാണ്. നാലാമത്തെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാനുണ്ട്, നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. അഞ്ചാമത്തത് ഇതിൻ്റെ ട്രാൻസാക്ഷൻ മറ്റേനെ കമ്പയർ ചെയ്തിട്ട്, ക്രിപ്റ്റോനെ കമ്പയർ ചെയ്തിട്ട് കുറച്ച് സ്ലോ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഇത്രയും കാര്യങ്ങൾ കേട്ടത് വെച്ചിട്ട് ഒരു അനാലിസിസിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഹൈ റിവാർഡൊക്കെ എടുക്കാൻ ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് 24/7 ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നൈറ്റ് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിപ്റ്റോ ട്രേഡിംഗ് ആണ്. എല്ലാ ലോങ് ടേമിലേക്ക് സ്റ്റേബിളായിട്ടൊരു ഇൻകം, ഒരു വെൽത്ത് ഉണ്ടാക്കിയെടുക്കണം അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഹൈ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മൈൻഡിൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു എന്താണ് ലോട്ടറി അല്ലെങ്കിൽ ഒരു ഗാംബ്ലിങ്ങും അല്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് സ്റ്റേബിളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെപ്പോഴും വോളട്ടൈലായിട്ടുള്ള ഭയങ്കര ഹൈ റിസ്ക് ആയിട്ടുള്ള മാർക്കറ്റിൽ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് വലിയ എമൗണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കി, പക്ഷെ അതേപോലെ ആ വലിയ എമൗണ്ട് ഒറ്റയ്ക്ക് ഇല്ലാണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞത് നിങ്ങളെ ക്യാപിറ്റലിൻ്റെ ഒരു 60% നിങ്ങൾ മാക്സിമം സ്റ്റോക്ക് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. അതായത് ക്രിപ്റ്റോ നിങ്ങൾ ചെയ്യേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഒരു 60% നിങ്ങൾ എന്താക്കുക, അല്ലെങ്കിൽ ഒരു 50 അറ്റ്ലീസ്റ്റെങ്കിലും നിങ്ങൾ എന്താക്കുക, നിങ്ങളെ സ്റ്റോക്ക് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. ക്രിപ്റ്റോക്ക് വേണ്ടിയിട്ട് ഒരു 30 അല്ലെങ്കിൽ ഒരു 30% ഒക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഒരു 10% നിങ്ങൾ മെറ്റൽസിൽ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി 10% വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗാംബ്ലിംഗ് പോലെയുള്ള NFTസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എന്താക്കാം നമുക്ക് ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ മണീനെ അലോക്കേറ്റ് ചെയ്തിട്ട് എന്താക്കുക, നിങ്ങൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് ആണോ ക്രിപ്റ്റോ ട്രേഡിംഗ് ആണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴത്തെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് കൂടുതൽ വീഡിയോസ് കിട്ടാൻ വീണ്ടും കാണാം. അതുവരെ